വളരെ താന്തോന്നിയായ ഒരു കുട്ടി ഉണ്ടായിരുന്നു അമേരിക്കയിൽ. താന്തോന്നി എന്ന് പറഞ്ഞാൽ വളരെ താന്തോന്നി, പഠിക്കാൻ തീരെ താല്പര്യമില്ല. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. സ്കൂളിൽ പല വിധത്തിലുള്ള കുരുത്തക്കേടുകൾ ഒപ്പിക്കും. ടീച്ചേഴ്സിനെ ആരെയും റെസ്പെക്റ്റ് ചെയ്യില്ല. ടീച്ചേഴ്സിനെ സാർ, മിസ്റ്റർ ഇതുപോലെ ഒന്നും വിളിക്കുക പോലും ഇല്ല. എല്ലാ ടീച്ചേഴ്സിനെയും പേര് ചൊല്ലി വിളിക്കുന്ന അത്രയും കുരുത്തക്കേടുള്ള ഒരു കുട്ടി. ഈ കുട്ടി ഒരു ദിവസം എന്തൊക്കെയോ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പല തരികിടയൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ എത്തിപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ അവൻ്റെ കണ്ണുടക്കി. അപ്പോൾ അത് ഫ്രാങ്ക് എർബി എഴുതിയൊരു പുസ്തകമാണ്. ദ ട്രഷർ ഓഫ് പ്ലസന്റ് വാലി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ ഒരു അർദ്ധനഗ്നയായ സ്ത്രീ ഇരുന്ന് പുകവലിക്കുന്ന ചിത്രമാണ്. ഈ ചിത്രം കണ്ടപ്പോൾ അന്നത്തെ ആ 16 വയസ്സായ കുട്ടിക്ക് ഭയങ്കരമായ ഒരു പ്രലോഭനം തോന്നി. ഈ പുസ്തകത്തിൽ തൻ്റെ ആസക്തിക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ആ പുസ്തകം അവൻ അവിടെ നിന്ന് മോഷ്ടിക്കുകയാണ്. ഈ പുസ്തകം മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആദ്യത്തെ ഒരു 3-4 പേജ് വായിച്ച് നോക്കിയപ്പോൾ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നി. അങ്ങനെ അവൻ ആ പുസ്തകം മുഴുവനായിട്ട് അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വായിച്ച് തീർത്ത് പിന്നീട് മോഷ്ടിച്ച ആ പുസ്തകം ലൈബ്രറിയിൽ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ഈ പുസ്തകം എടുത്തതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫ്രാങ്ക് എർബി തന്നെ എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകം. അങ്ങനെ അവൻ അതെടുത്ത് വീട്ടിലേക്ക് പോയി. അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ പുസ്തകം അവൻ വായിച്ച് തീർത്തു. അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവെക്കാൻ നേരത്ത് ഫ്രാങ്ക് എർബിയുടെ മറ്റൊരു പുസ്തകം, അതും ഇതുപോലെ കൊണ്ടുപോയി വായിച്ചു. 4-മതും പോയപ്പോൾ 4-മതും ഇതേ ഓതറുടെ ഒരു പുസ്തകമുണ്ട്, അതും എടുത്തുകൊണ്ടുപോയി മുഴുവനായിട്ട് വായിച്ചു. ഇങ്ങനെ ഒരു 4 പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കുട്ടിക്ക് വായനയുടെ ഒരു സുഖം മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് അവൻ വായന തുടങ്ങി. വായനയോട് വായന. പിന്നെ ആൾക്കാർക്ക് ഗ്രഹിക്കാൻ പോലും വളരെ പ്രയാസമുള്ള പുസ്തകങ്ങളൊക്കെ ഇവൻ വായിച്ചു തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പത്രങ്ങളും മാസികകളും ഒക്കെ വായിച്ചു തുടങ്ങി. പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്കൂളിലുള്ള പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിത്തത്തിൽ പിന്നിലായിരുന്ന കുരുത്തക്കേടുള്ള ആ കുട്ടി നന്നായി വായിച്ച് പഠിച്ച് പരീക്ഷ പാസ്സായി. പിന്നീട് കോളേജിലെത്തി, നിയമത്തിൽ ബിരുദം നേടി. അങ്ങനെ അർക്കൻസാസിലെ അന്നത്തെ ജില്ലാ പ്രോസിക്യൂഷൻസ് അറ്റോർണി വരെ ആയിട്ട് മാറി. കുറച്ചുകൂടി നാൾ കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ജഡ്ജായിട്ടും നമ്മുടെ പയ്യൻ വളർന്നു. ആൻഡ് അയാളുടെ പേരാണ് ഒല്ലി നീൽ.